ഫ്രണ്ട്സ്, ചിക്കൻ മാരിനേറ്റ് ഒന്നും ചെയ്ത് വെക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് എല്ലാവരും നോക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പെപ്പർ ചിക്കൻ ഉണ്ടാക്കാവേ. ഇത് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, അതുപോലെ ഭയങ്കര ടേസ്റ്റിയാണ്. ഇതിനു വേണ്ടി പാൻ അടുപ്പിലോട്ട് വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ഞാനിവിടെ 4 സവോളയാണ് എടുത്തത്. 4 സവോളയും ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ഇട്ടു, അപ്പോൾ ഇത് പെട്ടെന്ന് വഴന്നു വരാൻ എളുപ്പമാവും. ആക്ച്വലി ഒരു തക്കാളി മതി കേട്ടോ, പക്ഷേ ഇത് ചെറിയ തക്കാളി ആയതുകൊണ്ട് ഞാൻ 2 ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴന്നു വരുമ്പോൾ നമുക്ക് പൊടി ഇടാവേ. ആദ്യം 1 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂണ് കുരുമുളക് പൊടി, പിന്നെ 1/4 സ്പൂണ് നമ്മുടെ മഞ്ഞൾ പൊടി, ഇത്ര ഇടാവേ. ഈ പൊടികളെല്ലാം ഇട്ടിട്ട് ഇതെല്ലാം ഒന്ന് ഇളം തീയിൽ വെച്ചിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം നിങ്ങൾ വിചാരിക്കൂലേ മല്ലിപ്പൊടി ഇടാത്ത ചിക്കൻ കറിയൊന്ന്? കറക്റ്റാ, മല്ലിപ്പൊടി വേണം, അത് 1 സ്പൂണും കൂടി ഇടാവേ. എന്നിട്ട് പൊടിയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. പൊടിയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള 1 കിലോ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മളിപ്പം ഒട്ടും വെള്ളം ഒഴിക്കുന്നില്ല. ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഹൈ ഫ്ലെയിമിൽ കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് ഈ ചിക്കൻ്റെ വെള്ളം തന്നെ ഇറങ്ങും, കണ്ടോ, ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ചിക്കനെ സിമ്മിലേക്ക് മാറ്റി ചെറിയ തീയിലിട്ട് ഈ ഒരു വെള്ളത്തിൽ തന്നെ കിടന്ന് ചിക്കൻ നന്നായിട്ട് വെന്ത് വരണം. നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്കും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞില്ല അടിപൊളിയാണ്, പെട്ടെന്ന് കഴിയുമെന്ന്. പെട്ടെന്ന് കഴിഞ്ഞില്ല, നമുക്ക് മാരിനേറ്റ് ഒന്നും ചെയ്യേണ്ട, പെട്ടെന്ന് കഴിയും. ഇത് ഏതിൻ്റെ കൂടെ അടിപൊളിയാണ്. ഞാൻ ഇന്ന് പനീർ ബിരിയാണിയുടെ കൂടെയാണ് ഇത് കഴിച്ചത്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. സീ യു, ബൈ.